നേരത്തെ പോയ തിരക്കില്ലാതെ വോട്ട് ചെയ്തിട്ട് പോരാ. ഇത് കണ്ടാച്ചാവേ നിറയെ തോരണം നോക്കിട്ടേക്കണ്. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷെ 2 ദിവസം കഴിയുമ്പോൾ ഒരാൾ നമ്മുടെ കാലത്ത് ചുറ്റും. അച്ഛാമാർക്ക് വോട്ട് ചെയ്യണം. എന്താ അല്ല എന്റെ കഞ്ഞി വോട്ടാണല്ല പഴാക്കാൻ പറ്റിയല്ലോ. അതിന് ഞാൻ പറയുന്ന ആളിന് വോട്ട് ചെയ്താൽ മതി. അങ്ങനെയല്ല, അച്ചാമ്മ വോട്ട് ചെയ്യണ ആൾ എന്തായാലും ഇട്ട് നിലയിൽ പൊട്ടും. അപ്പൊ അച്ചാമ്മ ചെയ്യണ ആളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഞാൻ ചെയ്യൂ. കാണാം. ഞാൻ ചെയ്തവരാരും ഇന്ന് വരെയും തോറ്റിട്ടില്ല. പിന്നെ വോട്ട് ചെയ്ത് ഞാനാണ് വിഷം തോറ്റേക്കണത്. എന്താന്നാ എനിക്കൊരു ഫലവും ഇല്ല. ആര് ജയിച്ചാൽ വോട്ട് എങ്ങനെയാണോ ചെയ്യണമെന്നൊക്കെ അറിയാം. അവിടെ 3 പേരുടെ ഒരു പെട്ടിയിൽ ഇങ്ങനെ പേരുണ്ടാവും. പെട്ടിയിലാ എടി അതല്ല, ഒരു കമ്പ്യൂട്ടർ പോലത്തൊരു സാധനത്തിൽ അതില് ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് എന്നുണ്ട്. അതിൽ 3 പേരുടെ ചെയ്തിട്ട് ഇതിൽ ചെയ്തെങ്കിലേ വോട്ട് ഉണ്ടാവുള്ളൂ. അല്ല ആസാദായി പോകും. ഓ അതൊക്കെ എനിക്കറിയാം. ആസാദാക്കാതെ കഴിഞ്ഞ മെമ്പറാണോ നിൽക്കണം നോക്കി ചിരിക്കാതിരിക്കൊന്നും ചെയ്യണ്ട. ഞാനെന്നാരെന്ന് വിചാരിക്കാതെ അച്ഛാമ്മയുടെ കാണിച്ചേ. അയ്യേ പുള്ളിയില് കൊറേ വോട്ടൊക്കെ ചെയ്യണവർക്കും തൊടിയിക്കുകയാണ്. അല്ല പച്ചക്കറി എന്തെങ്കിലും മേടിക്കും. എങ്കിൽ നമുക്ക് കൂർക്കോടൊക്കെ ചെന്ന് വാങ്ങിച്ചാലോ? അത് ഞാൻ തീരുമാനിക്കാം എന്ത് മേടിക്കണോ. അതെന്താ അങ്ങനെ? ഞാൻ പറഞ്ഞാൽ നോട്ട് ചെയ്തില്ലല്ലോ. അതിന് ഞാൻ അച്ചാമ്മ പറഞ്ഞ ആൾക്ക് വോട്ട് ചെയ്തേക്കണം. അതിന് ഞാൻ പറഞ്ഞില്ലല്ലോ. അതിന് അച്ചാമ്മ വോട്ട് ചെയ്യണ ആർക്കാന്നൊക്കെ എനിക്കറിയാൻ പറ്റും. ഉണ്ടക്കണ്ണുള്ള ചേട്ടനല്ലേ. അപ്പൊ നീ ഉണ്ടക്കണ്ണുള്ള ചേട്ടനെ നോക്കി കിടക്കണല്ലേ. എടി എന്തിനാടി ഈ കള്ളത്തിനും കൊണ്ട് നടക്കുന്നത്? നിനക്ക് വല്ല ഇലക്ഷൻ നിൽക്കാമേ. അതിനേക്കാളും നല്ലത് അച്ചാമ്മ നിൽക്കണതായിരിക്കും. ഞാൻ കള്ളത്തിനൊന്നും പറയാറില്ല. കൂർക്കയില്ലെന്നാ തോന്നണോ? എന്നാ വേറെ എന്തെങ്കിലും മേടിക്കും. അല്ലെങ്കിൽ നമുക്കേ ക്യാരറ്റ് വാങ്ങിച്ചാലോ? അല്ല വേണം നമുക്ക് കോവയ്ക്ക വാങ്ങിക്കാം. അല്ല തക്കാളി വാങ്ങിക്കാം. അല്ലെങ്കിൽ നീ എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ബെല്ലി കൊണ്ട് കാണിക്കാം. എന്റെ കഞ്ഞി വോട്ടല്ലേ അവരും കൂടി ഇരട്ടി ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്. അരക്കിലും കൊടുക്കാന്നേ. ചേട്ടാ ഈ പാവയ്ക്കൊക്കെ എത്ര വിലയാ? നമുക്ക് പാവയ്ക്കയും കൂടി വാങ്ങിച്ചാലോ? നടന്നു ഉപ്പാടെ ഇളക്കി വെച്ചാന്ന്. ചമ്മക്കോര റോഡ് സൈഡിലും വീട് വെച്ചാൽ പോരായിരുന്ന. ഇവിടേക്ക് ഇനി എന്നൊരു റോഡ് വന്നതിന്. അതിന് എഴുവിനെ പിന്നെ പഞ്ചായത്തിന് അറിയാൻ പാടില്ലല്ലോ. നരിയാണ്ടി എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടെന്ന്. ഞാനെങ്ങാനും ഇലക്ഷനിൽ നിന്ന് ജയിക്കണം. എന്ത് ചെയ്യും? ഞാനെന്ത് ചെയ്യാ? ഞാൻ ഈ വീട് വിട്ട റോഡ് സൈഡിലും പോയി താമസിക്കും. അത് തന്നെയല്ലേ ഇവിടെ നടക്കണത്. ഞാനോർത്ത് ഇവിടെ അങ്ങനെ മേലെ റോഡ് ഇടാൻ പോകണം. നമ്മളൊരു കാര്യം ചെയ്യും. നല്ല കാറ്റും കൊണ്ട് നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. അങ്ങോട്ട് നടക്കുക, ആസ്വദിച്ച്. ഭംഗി മാത്രമേ ഉള്ളൂ. അച്ചാമ്മക്കത് പറയാം. ഈ ഭംഗിയും കണ്ട് നടന്നേ മനുഷ്യന്റെ ഉപ്പാടെ ഇളകി. കടയിൽ പോയിട്ട് വരുമ്പോ ലേറ്റായി ഉടനെ തന്നെ ചോദിക്കും, എന്താ വൈകിയത്, എവിടെ പോയേച്ച്? ഇത് നീ എന്ന് നടന്നെന്നാ പറയണത്? ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന കാലം തൊട്ട് ഈ വഴിയെ കൂടിയാണ് നടക്കണത്. ആ വന്ന വഴിക്ക് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പം ഇങ്ങനെയെങ്കിലും നടക്കാം. വെള്ളപ്പൊക്കം വന്നു കഴിയുമ്പോൾ ഇങ്ങനെ പൊക്കി പിടിച്ചൊരു നടപ്പും നീ തോന്നും. ഞാനങ്ങനെ ഇലക്ഷനിൽ നിന്ന് ജയിക്കണോടി. ജയിച്ച ഈ നാടിന് വേണ്ടി പണിയെടുത്ത് നാട്ടുകാരെ ഞാൻ രക്ഷിക്കും. അത് കറക്റ്റാ. അച്ചാമ്മ എങ്ങാനും ജയിച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ രക്ഷപ്പെടും. പിറ്റേ ദിവസത്തിന് എല്ലാരും കെട്ടിയും കിടക്കെ എടുത്ത് എങ്ങോട്ടേലും രക്ഷപ്പെട്ടു നോക്കൂ. അച്ഛമ്മടെ നോക്കുന്നു നീട്ടിക്ക്. എന്താ പറഞ്ഞത് തീർന്നില്ലതേ അങ്ങോട്ട് നോക്കിയേ. അതെൻ്റെ നാക്കിൻ്റെത് കൊണ്ടല്ല, ഇത് ഞാൻ എപ്പോഴും അനുഭവിക്കണല്ലേ, നീന്തണതല്ലേ. ഒരു കാര്യം ചെയ്, ഇത്ര ഏതായാലും നടന്നില്ലേ, ഇനി ഇങ്ങനെ അങ്ങോട്ട് പൊക്കിപ്പിടിച്ച് നീന്ത്. ഈ മറ്റേ ഇതിൽ കൂടി കയറി നടക്കായിരുന്നു. ഇതിലെ കൂടി കയറുന്ന അവിടെ ഇഴുകിക്കിടക്കാണ്. വീട്ടിൽ നടുവും തല്ലി വീഴും. അങ്ങനെ നടുവും തല്ലി ഇതിലെ പ്രസന്ന വീണിട്ട് അവിടെ ഇപ്പം 3-4 മാസമായി ഒരു കിടപ്പ് കിടക്കണം. അതിൽ നല്ലത് വെള്ളത്തിൽ കൂടി തന്നെ നീന്തണം. അച്ചാമ്മ ഇത് എന്താണ് നോക്കണേ?
നമ്മൾ കാലത്ത് അങ്ങോട്ട് പോയപ്പോഴേ ആ ഒരു തേങ്ങ ഒഴുകി വന്നുണ്ടായിരുന്നു പടിഞ്ഞാറ്. ഉം. അപ്പം അത് ഈ അരികിൽ എവിടെയെങ്കിലും അടുത്ത് കാണുള്ളൂ. ആ ഇതല്ലേ തേങ്ങ. നല്ല തേങ്ങ. റോഡ് വന്നില്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ടല്ലേ. പിന്നെ അല്ലാണ്ട് അച്ചാമ്മ എന്നാ തേങ്ങയും പെറുക്കി നടന്നു. നമുക്ക് പുട്ടുണ്ടാക്കാം. പുട്ടുണ്ടാക്കും. നനഞ്ഞത് വന്നേ ചെരുപ്പ് തീട്ടും. ഞാനും ചെന്നിട്ട് കിടക്കട്ടെ. വോട്ട് ചെയ്യാൻ പോയിട്ട് വിഷമിച്ച്. നീ വോട്ട് ചെയ്യാൻ പോയിട്ടല്ലേ വിഷമിച്ച്? ആ ഞാൻ വോട്ട് ചെയ്ത് വിഷമിച്ച്. ഞാനും ഒന്ന് കിടക്കാം, എന്നിട്ട് ബാക്കിയുള്ള പണി. വോട്ട് ചെയ്ത് വന്നുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല. ഭയങ്കര ക്ഷീണം. നേരവും വൈകി കുറെ. കൂർക്കകറി വെക്കാൻ വന്ന ആള് കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങിച്ചും വർത്താനം പറഞ്ഞു. ആര് കൂർക്കം വലിച്ച്? ഞാനാ? അച്ചാമ്മയാണ് കൂർക്കം വലിച്ചു വെച്ചാ. ട്രെയിൻ പോണ പോലെ കൂർക്കം വലിച്ചോണ്ടിരുന്നത്. അന്നാ നിനക്ക് എഴുന്നേറ്റ് കറി വെക്കാൻ മേലായിരുന്നു. എനിക്ക് ട്രെയിൻ പോണ സൗണ്ട് ഇഷ്ടമായിരുന്നു. അല്ലാണ്ട് പണിയെടുക്കാൻ കഴിയില്ലാഞ്ഞിട്ടല്ല. അല്ല. നമ്മളെനിക്ക് തോന്നുന്നു അപ്പൊ എത്ര പേരാ നമ്മുടെ മുന്നേ ഇടയിലായിട്ട് കയറിപ്പോയത്. അതുകൊണ്ട് നമ്മളെ താമസം ഇത്ര. ഞാൻ നിന്നപ്പോൾ ശ്യാമള വന്നു. ഞാനൊന്ന് പോട്ടെന്ന് പറഞ്ഞു. ഞാൻ കണ്ടായിരുന്നു. ഞാൻ മൈൻഡില്ല. വോട്ട് ഉണ്ടായതുകൊണ്ട് 2 ദിവസം അവധിയും കിട്ടി. നല്ലോണം ഉറങ്ങാനും പറ്റി. ഇനി എന്താ വോട്ട് ഉണ്ടാവണം? വേറെ ഗുണമൊന്നും ഉണ്ടായില്ലല്ലോ. നിന്റെ ഉറക്കമെങ്കിലും നടക്കുമല്ലോ. കൊള്ളാം. വോട്ട് ചെയ്തിട്ട് പോയി താമസമുള്ളതാണെങ്കിലും പച്ചക്കറി കഴിക്കാൻ പറ്റും. ഒന്ന് റോഡ് വന്നിട്ട് ഇവിടെ മീൻകറി വെക്കണുള്ളൂ. അപ്പൊ ഈ വീട്ടിന് മീൻകറി വെക്കണില്ലേ? വേണ്ടാത്ത ശബ്ദമൊന്നും എടുത്തേക്കല്ലേ കേട്ടോ അച്ചാമ്മ. അച്ചാമ്മക്ക് വേണ്ട, അച്ചാമ്മക്ക് കൂട്ടണം. എനിക്ക് എന്തായാലും മീൻകറി വേണം. ഈ ഉണക്ക ചെമ്പിന് എങ്ങനെ പച്ചക്കറിയാവും? ഉണക്കച്ചമ്മത്തിൻ്റെ കൂടെ കിടക്കണ കൂർക്ക പച്ചക്കറിയല്ലേ? അത് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഉരുളക്കിഴങ്ങിൽ ഇറച്ചിയാക്കിയിട്ട് വെക്കാമല്ലോ.